ഹായ്, നമ്മളിനി ശങ്കരാചാര്യരുടെ സമാധി ഉണ്ടോ കാണാൻ പോവുകയാണ്. ഇതുവരെ ഇങ്ങനെ നമ്മൾ നടന്ന് താഴോട്ടിറങ്ങണം. ഇങ്ങനെ നമ്മളിറങ്ങി താഴോട്ട് ചെന്ന് ഇങ്ങനെ നമ്മൾ കുറച്ചങ്ങനെ താഴോട്ട് ചെല്ലണം. താഴോട്ട് ചെന്ന് ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. നടന്ന് നടക്കുകയാണ്. എല്ലാ ഹിന്ദിക്കാരാകട്ടെ, എല്ലാ ഹിന്ദിക്കാരും. ഇത് കണ്ടോ, ഇതാണ് ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപം. അമ്പലത്തിന് ഒരു ഐതിഹ്യവും കൂടിയുണ്ട്. കാലടിയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനാണ് കാലടിയിൽ നിന്ന് ഇത്ര ചെറുപ്പത്തിൽ ഇവിടെ വന്ന് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. പല ഐതിഹ്യങ്ങളും ഉണ്ട്. അപ്പം ചിലർ പറയുന്നത് ശങ്കരാചാര്യരാണ് നിർമ്മിച്ചത്, എന്നിട്ട് ശങ്കരാചാര്യർ ഇവിടെ സമാധിയാകുമായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതാണ് ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപം. ഇങ്ങനെ ചുറ്റിനും നമുക്കൊന്ന് കാണാം. ഈ വലിയ പ്രളയത്തിൽ 2013 വലിയ പ്രളയത്തിൽ ഈ ശങ്കരാചാര്യരുടെ ഈ മണ്ഡപവും ഒലിച്ചു പോയെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. നരേന്ദ്രമോദിയാണ് ഇത് അനാച്ഛാദനം ചെയ്തത്. ഓക്കെ.